അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. അള്ളാൻ്റെ റസൂല് വിവാഹത്തിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദീനുള്ള സ്ത്രീയെ കൊണ്ട് വിജയിക്കണമെന്ന്. ഇപ്പോൾ നമുക്കത് മനസ്സിലാവുക, നമ്മളങ്ങ് മരിച്ചാൽ മക്കളെ ബാക്കിയാക്കി, ചെറിയ പിഞ്ചു മക്കളെ ബാക്കിയാക്കി ആ സ്ത്രീകളെ ഏൽപ്പിച്ചുകൊണ്ട് വിധവകളാക്കി പോകുന്ന സമയത്ത് അവരെ ദീനിയായിട്ട് വളർത്താനും അതുപോലെ തന്നെ ആ മക്കളെ ദീനിയായിട്ട് വളർത്താനും ഒക്കെ ഉതകുന്ന നിലക്ക് അവർ സജ്ജരാകണമെങ്കിൽ ദീനി ബോധമുണ്ടായിരിക്കണം. അത് ഇല്ലാത്തത് കൊണ്ടാണ് ചില സ്ത്രീകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ യൂട്യൂബിലൂടെ ഒക്കെ വന്നുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ പോകുന്നതും ഫോട്ടോ എടുക്കുന്നതും ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നതൊക്കെ. ആ പോകലും പൈസ ഉണ്ടാക്കലും ഒക്കെ തനിച്ച ഹറാമാണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദീനില്ലാത്തത് കൊണ്ടാണ്. മതപരമായിട്ടുള്ള അറിവുമില്ല, അതിന് തക്കതായ ഒരു അവസ്ഥയുമല്ല ഉള്ളത്. അപ്പോൾ ഇത് ചില ആളുകൾ ഇങ്ങനത്തെ വിധവകൾ നടത്തുന്ന യൂട്യൂബുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നിപ്പോവുകയാണ്. അങ്ങനത്തെ ഷിർറുകളിൽ നിന്ന് അള്ളാഹ് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും വളരെ സേഫ്റ്റായിരിക്കണം. വിധവകളായ സ്ത്രീകൾ എത്രയോ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നുണ്ട്. എന്നാൽ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ വിധവകളായിട്ടുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കൽ ആ വീട്ടുകാരുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു കൊടുക്കലും അവരുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ആദ്യം ഒരു വിവാഹം കഴിഞ്ഞില്ല, ഇനി മക്കളെ നോക്കി ജീവിക്കട്ടെ എന്ന് വിചാരിക്കാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിച്ച് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഏത് സംഘടനകളായാലും ഏത് ആളുകളാണെങ്കിലും ഒരു മഹല്ല് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീങ്ങിയാൽ അവിടെ ഒരു അനാശാസ പ്രവൃത്തികളും നടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഒരു യൂട്യൂബിൽ ഓരോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടുള്ള ഓരോ വിഷമങ്ങളും അവർ നടത്തുന്ന ഓരോ തോന്നിയാസങ്ങളും പേക്കോലങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഇന്ന വ്യക്തിയെന്ന് പറയുന്നില്ല. അപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഇങ്ങനെ കാണുന്നത് കൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സമ്പാദിച്ച് ഉണ്ടാക്കുന്ന പൈസകളൊക്കെ കുല്ലുമാനബത്താൽ ഹറാം ഫന്നാറു ഔലാലുഹുന്ന്, ഹറാമിലായിക്കൊണ്ട് വളരുന്നതൊക്കെ എന്താണ്, നരകം ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം ഇങ്ങനത്തെ ആളുകൾ മരിച്ചതിൻ്റെ ശേഷം, ഭർത്താവ് മരിച്ചതിൻ്റെ ശേഷം അന്യരെ ഫ്രണ്ടുകളാക്കിയിട്ട് അന്യ പുരുഷന്മാരെ ഫ്രണ്ടുകളാക്കി കൈ പിടിച്ച് ഫോട്ടോ എടുക്കുക, ഊഞ്ഞാലാടുന്ന ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാം, എന്നിട്ട് പിന്നെ കഴിച്ചിട്ടില്ല എന്ന് പറയാം, വിധവയാണ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ ദീനില്ലാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ അവരെ ആക്ഷേപിക്കാൻ പോകണ്ട. വ്യക്തിപരമായിട്ട് വ്യക്തികളെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴേ ഈബത്താകുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഇന്നാളാണെന്നൊന്നും ഈ വ്യക്തമാക്കാത്തതോടെ ഈബത്തോ നമീമത്താകൂല. നമ്മൾ ഒരാളിങ്ങനെ പറഞ്ഞു ഒരാളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈബത്തല്ല, നേരെ ചിന്നാളെന്ന് പറഞ്ഞാൽ ഈബത്താകും. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് നമുക്കൊക്കെ സത്യബോധം നൽകട്ടെ എന്നും അത്തരം മരണങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ട് ഈ ഭാര്യമാരെ വിധവകളാക്കി മരിക്കുന്ന അവസ്ഥ, എന്നിട്ട് അവർ ഒയലുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥയിൽ നിന്ന് നമ്മൾ അള്ളാഹ് കാക്കട്ടെ എന്നും അങ്ങനെ വിധവകളായവർക്ക് അനുയോജ്യമായ ഇണകളെ അവൻ പ്രദാനം ചെയ്യട്ടെ എന്നും മുൻപത്തേക്കാൾ ഉസാറായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.